ഇത് പ്രകടന പത്രികയിൽ വെച്ചിരുന്നു, 2021 പ്രകടന പത്രികയിൽ വെച്ചിരുന്നു 45-ാം ഖണ്ഡിക. അപ്പോൾ മന്ത്രി പറയുന്നത് നിങ്ങൾ അത് മുഴുവൻ വായിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നമുക്ക് വായിച്ചപ്പോൾ അതാണ് മനസ്സിലായത്. LDFന്റെ പ്രകടന പത്രികയിൽ ഇങ്ങനെയല്ല പറയുന്നത് കേട്ടോ. മിനിമം വേജസ് ആക്കണം എന്നാണ് പറയുന്നത്. മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ ആര് വരില്ല? ആശാവർക്കർമാർ വരില്ല. അപ്പോൾ LDFന്റെ പ്രകടന പത്രികയിൽ ആശാവർക്കർമാർക്ക് 700 രൂപ കൊടുക്കാമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പകരം എന്താ? മിനിമം വേജസ് ആക്ട്, മിനിമം വേജസ് 700 രൂപയാക്കി മാറ്റണമെന്നാണ്. ഒരു കോളത്തിലാണ് അത് പറയുന്നത്, ഒരു ഖണ്ഡികയിലാണ് അത് പറയുന്നത്. പക്ഷെ മിനിമം വേജായി 700 രൂപ ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ വേജ് ഏൺ ചെയ്യുന്ന എംപ്ലോയീസ് ആയിട്ട് പ്രഖ്യാപിക്കണം. പക്ഷേ എംപ്ലോയീസ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ NHMന്റെ സ്കീം പ്രകാരം കേന്ദ്ര സർക്കാരിനെ കഴിയൂ, അത് സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അത് കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ നടപ്പാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ നമ്മൾ തയ്യാറാവുന്നില്ല? ഞാൻ പറയുന്നത് അടിസ്ഥാനമായി ആശാവർക്കർമാരെ രാജ്യവ്യാപകമായി അവർ 5 വർഷത്തിൽ കൂടുതൽ തുടർച്ചയായി പണി ചെയ്യുന്നവരാണ് പലരും. അവർ ഇതിനകം തന്നെ അവർ അർഹരാണ് കേന്ദ്ര സർക്കാരിൽ മിനിമം അറ്റൻഡർ തസ്തികയിലെങ്കിലും നിയമിക്കപ്പെടാൻ. അങ്ങനെയാണെങ്കിൽ 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടപ്പാക്കിയ പശ്ചാത്തലത്തിൽ 23,000 രൂപ പ്രതിമാസം അവർക്ക് ശമ്പളം തന്നെ കിട്ടും. എല്ലാ അവധിയോടും കൂടിയുള്ള ശമ്പളം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ഇനി 700 രൂപ വീതം ഒരു ദിവസം കിട്ടില്ല, 21,000 കിട്ടില്ല ആശാവർക്കർമാർക്ക്. കാര്യം എന്താ? ശനിയും ഞായറും നിങ്ങൾ പണിയെടുത്തില്ലെങ്കിൽ ആ ദിവസത്തെ ശമ്പളം കുറയും. കാര്യം അവരെ വേജസിന്റെ പരിധിയിലല്ല പെടുത്തുന്നത്, ഒണേറിയത്തിന്റെ പരിധിയിലാണ് പെടുത്തുന്നത്. ആ ഒണേറിയത്തിന്റെ പരിധിയിൽപ്പെടുത്തിയാൽ, ഇൻസെന്റീവിന്റെ പരിധിയിൽപ്പെടുത്തിയാൽ അവർക്ക് 21,000 കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ സമരം കുറച്ചുകൂടി ശക്തമാക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതവരെ തൊഴിലാളികളാക്കുക എന്നൊരു ആവശ്യത്തെ കൂടി മുന്നിൽ